ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് NPD, അതായത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഉള്ള സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. കമ്മ്യൂണൽ നാർസിസിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണൽ നാർസിസം. NPD എന്താണെന്നോ അല്ലെങ്കിൽ ഒരു NPD ബാധിച്ച വ്യക്തിയുടെ കൂടെയാണോ താൻ ജീവിക്കുന്നതെന്നറിയാതെ നരകിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ NPDയെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് മതിയാവും ചിലർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ. അവർക്കിടയിൽ NPDയെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോകം മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് ചില നേതാക്കന്മാരായ കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ. എല്ലാ നേതാക്കന്മാരും നാർസിസിസ്റ്റുകളല്ല. ലോകം മുഴുവനും തങ്ങളെ അംഗീകരിക്കണം അല്ലെങ്കിൽ പുകഴ്ത്തണം എന്ന ആഗ്രഹം സദാ കൊണ്ടു നടക്കുന്നവരായിരിക്കും കമ്മ്യൂണൽ നാർസിസിസ്റ്റായ ലോക നേതാക്കൾ. അതിൽപ്പെട്ട ഒരാളാണ് ഹിറ്റ്ലർ. ലോകം മുഴുവനും ഞാൻ കീഴടക്കും, യുദ്ധം ചെയ്യും, ലോകത്ത് നാശങ്ങൾ വിതച്ച ഒരു വ്യക്തിയും കൂടിയാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റായ ഹിറ്റ്ലർ. അദ്ദേഹത്തിൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഡിസ്ട്രക്ഷനാണ്. അതായത് നശിപ്പിക്കൽ വഴി നമുക്ക് മേൽക്കൈ നേടാം എന്ന് കരുതിയ ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. പക്ഷേ വേറെ പല ലോക നേതാക്കന്മാരുമുണ്ട്. തൻ്റെ രാജ്യം സമ്പന്നമാകണം, അവിടുത്തെ ജനങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കണം, അവർ വലിയ സയൻറ്റിസ്റ്റുമാരാവണം, ഒരുപാട് ഡോക്ടർമാർ വേണം, നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണൽ നാർസിസിസ്റ്റുകളുമുണ്ട് നേതാക്കന്മാർക്കിടയിൽ. മെയിനായിട്ട് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവരുടെ ഈഗോയെ തന്നെയാണ്. അവർ വലിയ ആളുകളാണ്, അവരെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ഈഗോ കൊണ്ട് നടക്കുന്നവരാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ, പ്രത്യേകിച്ചും നേതാക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരം സ്വഭാവം കാരണം രാജ്യങ്ങൾക്കും ലോകത്തിനും പലപ്പോഴും ഗുണം ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിസ്ട്രക്ഷനും സംഭവിക്കാറുണ്ട്. ഞാൻ ഹിറ്റ്ലറിൻ്റെ പേര് പറഞ്ഞു. ഇതിൽ സ്റ്റാലിൻ വരും, റഷ്യയിലെ, അതുപോലെ ട്രംപ് വരും, എലോൺ മാസ്ക് വരും, രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാർ വരും, ബിസിനസ്സുകാർ വരും, ഒരുപാട് ആൾക്കാർ ഇതിൽ ഉൾപ്പെടും, ഈ ലിസ്റ്റിൽ ഉൾപ്പെടും. നമ്മുടെ നാട്ടിലെ തുക്കട നേതാക്കന്മാരിലും ഇതുപോലുള്ള ആളുകളെ കാണാൻ പറ്റും. അടുത്ത അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലോ ഏറ്റവും മുമ്പിൽ നിന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരാളെ നമുക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ പല ആൾക്കാരെ. അതിൽ പലരും ഇതുപോലത്തെ കമ്മ്യൂണൽ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ് ഉള്ളവരാണ്. അത് ഞാൻ പറയാൻ കാര്യം, ഇവർ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ആയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അമ്പലത്തിൽ ഉത്സവം നടത്തുന്നവരെ എനിക്കറിയാം, പള്ളിയിലെ പെരുന്നാൾ സ്പോൺസർ ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പോൾ സമൂഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിട്ട് ഇവർ അഭിനയിക്കുന്ന കാരണം, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായത് കാരണം ഇവർക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വില ഉണ്ടാക്കിയെടുക്കാൻ ഇവർ നോക്കും. അപ്പോൾ ഇതാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകളുടെ ഒരു സ്വഭാവം. കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ തങ്ങളുടെ നല്ല സ്വഭാവം, സഹായ മനസ്കത, ഉദാര മനസ്കത തുടങ്ങിയ പൊങ്ങച്ചം എന്നിവയിൽ അഹങ്കരിക്കുന്നവരാണ്. അവർക്ക് ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും നേടുക എന്നത് മാത്രമാണ്. ഇവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഭയങ്കര ബുദ്ധിയും കഴിവുമുള്ള ഒറ്റ ആളാണ് താനെന്ന ഭാവം കൊണ്ട് നടക്കുന്നവരാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പൊലിപ്പിച്ച് പറഞ്ഞ് നടക്കുന്നവരാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ. സ്വാർത്ഥത, എല്ലാ നാർസിസിസ്റ്റുകളെയും പോലെ തന്നെ വളരെ സ്വാർത്ഥരായ വ്യക്തികളാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തനിക്ക് എന്ത് പ്രശംസയാണ് കിട്ടുന്നത് എന്ന് മാത്രം നോക്കിയിരിക്കുകയും ഓരോ കാര്യവും അത് അനുസരിച്ച് ചെയ്യുന്നവരാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റ്. വിമർശനം സഹിക്കാത്തവർ, അതായത് എല്ലാ നാർസിസിസ്റ്റുകളെയും പോലെ തന്നെ ഇവരും ഇവരുടെ പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യവും
പിന്നെ അനുവദിച്ചു കൊടുക്കില്ല. ഒരു ചെറിയ വിമർശനം പോലും ഇവരെ വളരെ പ്രകോപിപ്പിക്കും. തങ്ങൾക്ക് മതിയായ അധികാരം ലഭിക്കുന്നില്ലെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ തങ്ങളുടെ നന്മയെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് ഇവർക്ക് താങ്ങാനാവുന്നതല്ല. സംഭാഷണത്തിൽ സ്ഥിരമായ വീമ്പിളക്കൽ, തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അതിശയോക്തി കലർത്തി ആയിരിക്കും ഇവരെപ്പോഴും സംസാരിക്കുന്നത്. തങ്ങൾക്ക് അമിതമായ പ്രാധാന്യമുണ്ടെന്ന് കരുതുകയും നിരന്തരമായ സ്വയം പുകഴ്ത്തലിലൂടെ അത് നേടിയെടുക്കാമെന്ന മിഥ്യാധാരണ ഉള്ളവരാണ് കമ്മ്യൂണൽ നാർസിസ്റ്റുകൾ. കപടമായ സഹാനുഭൂതി. കമ്മ്യൂണൽ നാർസിസ്റ്റുകൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ അതിവൈകാരികമായി പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ സഹാനുഭൂതി പലപ്പോഴും ആത്മാർത്ഥത ഉള്ളതായിരിക്കില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനും പ്രശംസ പിടിച്ചു പറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു അടവ് മാത്രമായിരിക്കും. കുടുംബത്തിനുള്ളിലെ കമ്മ്യൂണൽ നാർസിസിസ്റ്റ്, ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പുറമേ നിന്ന് കാണുന്നവർക്ക് ഊതി വീർപ്പിച്ച സ്വയം പ്രതിച്ഛായ കൊണ്ട് നടക്കുന്നവരായതുകൊണ്ട് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ ഒരു മഹാസംഭവമായി പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അവർ കാണിക്കുന്നത് തങ്ങളെ ആശ്രയിക്കുന്ന ശക്തി കുറഞ്ഞ ആളുകളോടായിരിക്കും. പ്രത്യേകിച്ച് ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോടുമായിരിക്കും. ഇവർക്ക് എല്ലാ ശ്രദ്ധയും പ്രശംസയും സ്വന്തമാക്കാൻ മാത്രമാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ കുടുംബ അംഗങ്ങൾ പലപ്പോഴും പൂർണ്ണമായും അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. തൻ്റെ ആവശ്യങ്ങൾക്ക് മുകളിൽ ഒന്നുമില്ല എന്ന് കരുതുന്നവരാണ് എല്ലാ നാർസിസിസ്റ്റുകളും. തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നത് കാരണം കുടുംബ അംഗങ്ങളുടെ വൈകാരികമോ സാമ്പത്തികമായോ ആയ ഒരു ആവശ്യങ്ങൾക്കും ഇവർ ഒരു പരിഗണനയും കൊടുക്കുകയില്ല. കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾ പണവും സമയവും ഊർജവും പുറത്തുള്ള അംഗീകാരത്തിനായി ചിലവഴിക്കുന്നു. അതോടൊപ്പം കുടുംബാംഗങ്ങളെ സ്വന്തം അടിമകളെപ്പോലെ തളച്ചിട്ട് ദ്രോഹിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിൽ നാർസിസിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസിക സമ്മർദ്ദവും വഴക്കുകളും. ഇവർക്ക് എല്ലാ ശ്രദ്ധയും പ്രശംസയും സ്വന്തമാക്കാൻ മാത്രമാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ പലപ്പോഴും പൂർണ്ണമായും അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇവരെ നിരന്തരം പ്രശംസിക്കേണ്ടി വരുന്നത് കാരണം കുടുംബത്തിൽ എപ്പോഴും മാനസിക സംഘർഷവും വഴക്കുകളും സ്ഥിരമായിരിക്കും. മറ്റുള്ളവർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത പ്രകൃതമാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾക്ക്. എല്ലാ ക്രെഡിറ്റും തങ്ങളുടേതാക്കി മാറ്റാനായിരിക്കും ഇവരുടെ നിരന്തര ശ്രമം. ബന്ധങ്ങൾ ഉപരിപ്ലവമായിരിക്കും. നാർസിസിസ്റ്റുകളുമായുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉപരിപ്ലവമായിരിക്കും. കാരണം അവർക്ക് ആത്മാർത്ഥമായ ഒരു അടുപ്പത്തേക്കാൾ പ്രധാനം തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എത്രമാത്രം മതിപ്പ് ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ ബന്ധങ്ങളിൽ യഥാർത്ഥമായ വൈകാരിക അടുപ്പമോ ആഴമോ കാണുകയില്ല. വിശ്വാസയോഗ്യമല്ലാത്ത വ്യക്തികൾ. ഇവരുടെ വിശ്വാസയോഗ്യമല്ലാത്ത പെരുമാറ്റം കാരണം നാർസിസിസ്റ്റ് പറയുന്ന കാര്യങ്ങളിൽ സത്യമേത് കള്ളമേത് എന്ന് തിരിച്ചറിയാൻ വളരെ പാടാണ്. ഇത് കുടുംബ ബന്ധങ്ങളിൽ വലിയ വിശ്വാസക്കുറവുണ്ടാക്കുകയും പരസ്പര സംശയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ബന്ധങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. പഴയ കഥയാണ്, 30-35 വർഷം മുമ്പുള്ള കഥ. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഗൾഫ് റിട്ടേൺ ആണ്. എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വലിയ രാഷ്ട്രീയക്കാരൻ എന്ന ഭാവം. തിരക്കോട് തിരക്കാണ് എപ്പോഴും. രാഷ്ട്രീയമാണ് വരുമാന മാർഗം. ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആളുകൾ കാറുമായി മുറ്റത്ത് ക്യൂ ആയി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രദേശത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി. എല്ലാ പാർട്ടിയിലും മന്ത്രിസഭയിലും സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും പിടിപാടുള്ള വ്യക്തി എന്ന ഒരു ബിൽഡപ്പ് കൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യം ഡീറ്റെയിൽ എനിക്കറിയില്ല. അപ്പോൾ പ്രീ ഡിഗ്രി പാസ്സായി നിൽക്കുന്ന സ്വന്തം മകൾക്ക് കോളേജ് അഡ്മിഷന് സമയമായി. നല്ലൊരു ബ്രാഞ്ച് കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം എന്നുള്ള ഒരു കാലഘട്ടമാണ് അന്നൊക്കെ. +2 ഇല്ല, പ്രീ ഡിഗ്രി ആണ്. തൻ്റെ സ്വന്തം മകൾക്ക് നല്ല ഗ്രൂപ്പിൽ കോളേജ് അഡ്മിഷൻ വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞ് സ്വന്തം മകളെയും ഭാര്യയെയും പുറകെ വരാമെന്ന് പറഞ്ഞ് കോളേജിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ ഒരു വിവരമില്ല, ആളെ കാണാനില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോളേജിൽ വരാന്തയിൽ കാത്തു നിൽക്കുകയും അയാളുടെ ഭാര്യയും മകളും അഡ്മിഷൻ കിട്ടാതെ മടങ്ങുകയും ചെയ്തു. അന്ന് മുങ്ങിയ വ്യക്തി ഒരാഴ്ച കഴിഞ്ഞാണ് പൊങ്ങിയത്.
അവസാന ദിവസമായിരുന്നതിനാൽ വേറെ ഒരു ഗവൺമെൻറ് കോളേജിലും അഡ്മിഷൻ കിട്ടാതെ പഠിത്തം തന്നെ പിന്നെ ബാധിക്കുന്ന അവസ്ഥയിൽ പിന്നെ ഒരു പാരലൽ കോളേജിലേക്ക് പിന്നെ മാറി അവിടെ നിന്ന് പ്രൈവറ്റായി പഠിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ട അയാളുടെ മകളുടെ കാര്യവും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് വന്ന അയാൾ അഡ്മിഷൻ എന്ന് മാത്രമല്ല എ എന്ന ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. ജീവിത അവസാനം വരെ അത് തന്നെയാണ് പരിപാടി. സ്വന്തം കാര്യം മാത്രം സിന്ദാബാദ്. വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ വ്യക്തി ആരോഗ്യമെല്ലാം ക്ഷയിച്ച് അഭയം പ്രാപിച്ചതും അയാളെ നോക്കിയതും അതേ മകൾ തന്നെയാണ്. ഒരു ഉളുപ്പുമില്ലാത്ത പിന്നെ വ്യക്തിത്വം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചോദിക്കാം, ഇതിൽ എന്താ ഇത്ര പറയാൻ എന്ത് ഉള്ളത്? ഈ കഥയിലെ വ്യക്തിയുടെ സ്വഭാവമാണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റുകൾക്കുള്ളത്. തൻ്റെ പ്രതിച്ഛായ നന്നാക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാത്ത ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുക. ഇതാണ് ഒരു കമ്മ്യൂണൽ നാർസിസിൻ്റെ രീതി. ഇവരെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്നും അവർ എപ്പോഴും ഒരു മുഖംമൂടിയുമായി ജീവിക്കുന്നവരാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശ്വാസം പരിമിതപ്പെടുത്തുക. അവർ പറയുന്ന കാര്യങ്ങൾ 100-ൽ 1% മാത്രം വിശ്വസിക്കുക. ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഇവരെ ആശ്രയിക്കാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനായി എന്ത് നഷ്ടവും സഹിക്കാൻ തയ്യാറാവുക. അനിയന്ത്രിത സ്വാതന്ത്ര്യം നൽകാതിരിക്കുക. അവർക്ക് എന്ത് പറയാനും പിന്നെ ചെയ്യാനും അനിയന്ത്രിതമായി സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കുക. അവരുടെ കഥകളിൽ കുടുങ്ങിപ്പോവാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവർ നുണക്കഥകൾ പറയാൻ വളരെ മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കെട്ടിച്ചമച്ച കഥകളിൽ വീഴാതിരിക്കുക. സ്വയം ശ്രദ്ധിക്കുക. നാർസിസിസ്റ്റുകളുമായുള്ള ഇടപഴകൽ മാനസികമായി പിന്നെ ആളുകളെ വളരെ തളർത്തും. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക. വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയോ അവരോട് സംസാരിക്കുക. ആവശ്യമെങ്കിൽ ഒരു ലൈസൻസ് ഉള്ള മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടുക. ഒരു നാർസിസ്റ്റിനെ മാറ്റാൻ കഴിയില്ല. എന്നെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉചിതം. ചിലപ്പോൾ അത്തരം ബന്ധങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ചുറ്റുപാടിലെ പിന്നെ കമ്മ്യൂണൽ നാർസിസ്റ്റിനെ തിരിച്ചറിയാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. NPD അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രായോഗികമായി വളരെ പിന്നെ ഇവരെ നേരിടാനും വളരെ പിന്നെ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. നാർസിസ്റ്റുകളെ മാറ്റാൻ പ്രയാസമാണ്. പക്ഷേ അവരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെ ബാലൻസ് ചെയ്തു പോകാം എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനം ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോർവേഡ് ചെയ്തു കൊടുക്കുക. പിന്നെ ഈ സീരീസിലെ അവസാനത്തെ വീഡിയോ, അതായത് വൾണറബിൾ നാർസിസിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി പിന്നെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയും കൂടി കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ഗുഡ് ബൈ.